ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നമ്മുടെ അഞ്ജലിയും ജാസ്മിനും കൂടി ചേർന്ന് അഞ്ജലിയുടെ രാജാജി നഗറിലേക്ക് വരുവാട്ടോ. അവിടെ എത്തുന്ന ജാസ്മിൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. മുമ്പൊരിക്കൽ രാഘവനുണ്ണി പറഞ്ഞിട്ട് അവിടെ വന്നതും അതുപോലെ തന്നെ അഞ്ജലിയുടെ മുമ്പിൽ നാണം കിട്ടുപോയതും എല്ലാം തന്നെ ആലോചിച്ച് ജാസ്മിൻ അങ്ങനെ നിൽക്കുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ ജാസ്മിൻ, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത്? ഒന്നുമില്ല, മുമ്പൊരിക്കൽ അഞ്ജലിനെ കാണാൻ വേണ്ടി ഇവിടെ ഞാൻ വന്നിരുന്നു, അതിനെക്കുറിച്ച് ആലോചിച്ചതാ. വിട്ടുകള ജാസ്മിൻ, അതൊക്കെ പഴയ കാര്യമില്ലേ, ഇപ്പൊ തന്നെ കൊളിക്ക വാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അഞ്ജലി ജാസ്മിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറാൻ പോകുമ്പോൾ ആര്യ പാർത്ത് സാരഥി അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അതെ, അമ്മ ഒരു പ്രത്യേക ടൈപ്പാ, അതുകൊണ്ടാ. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലിനെ കാണുന്നത് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആര്യ ഫോം വെക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ ആര്യ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാട്ടോ. അമ്മായി അമ്മായി, ഇത് ആരാ വന്നു നോക്കിക്കേ, അഞ്ജലിയാ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ശ്യാമള ഓടിച്ചാടി മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അഞ്ജലിനെ കാണാൻ വേണ്ടി. ആ ശബ്ദം കേട്ട് ഇന്ദിരയും വരുന്നുണ്ട്. അഞ്ജലി, നീ എന്താ അവിടെ നിൽക്കുന്നത്? വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ആര്യ വിളിക്കുകയാണ്. അഞ്ജലിയും ജാസ്മിനും കൂടി അവിടേക്ക് പോകുമ്പോഴേക്കും ഇന്ദിര പറയണ്ട, നിക്ക് 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 നിക്ക്, എവിടേക്കാടി നീ ഓടിച്ചാടി വരുന്നത്? ഇവിടെ കയറാൻ പാടില്ലെന്ന് ശിവരാമേട്ടൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അത് കേൾക്കുന്ന അഞ്ജലി പറയുന്നുണ്ട്, ശരിയാ, എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു ഇവിടെ കയറാൻ പാടില്ലെന്ന്. പക്ഷേ അതിന് മറുപടി അപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് എൻ്റെ വീടും കൂട്ടാണ്, ഈ വീട്ടിലെനിക്ക് കയറാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്, അതുകൊണ്ട് ഞാൻ കയറുമെന്ന് പറഞ്ഞു, കയറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അമ്മായി തടുക്കാൻ നോക്കിയായിരുന്നു, എന്നെ തടുക്കാൻ പറ്റില്ല, മാറവിടുന്ന് എന്ന് പറഞ്ഞിട്ട് അമ്മായിനെ പിടിച്ചു മാറ്റി നമ്മുടെ അഞ്ജലി അകത്ത് കയറാണ്. ജാസ്മിനെ വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ജാസ്മിനും അകത്ത് കയറുന്നുണ്ട്. മോളെ അഞ്ജലി എന്ന് പറഞ്ഞ് ശ്യാമള വിളിക്കുമ്പോഴേക്കും അഞ്ജലി ശ്യാമളുടെ അടുത്തേക്ക് പോവാണ്. അമ്മേ, അച്ഛനില്ലേ ഇവിടെ? നിന്റെ അച്ഛനെ ഒരു പുതിയ ഏതോ ജോലി കിട്ടി. ജോലിയോ? എന്ത് ജോലി? അതിനെക്കുറിച്ചൊന്നും ആ മനുഷ്യൻ പറഞ്ഞില്ല. ഇന്നലെ രാവിലെ ജോലിക്ക് പോയിട്ട് രാത്രിക്കാ തിരിച്ചു വന്നത്. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഇന്നും രാവിലെ ജോലിക്ക് പോയി എന്ന് പറയാണ്. അമ്മേ, വല്ല ഹോട്ടൽ പണിക്കോ അല്ല വല്ല വസ്ത്രക്കടയുടെ ഫ്രണ്ടിലെ സെക്യൂരിറ്റി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ജോലിയാണോ അമ്മേ? അച്ഛനാ അങ്ങനത്തെ ജോലിയും ചെയ്യാൻ പാടില്ലെന്ന് അമ്മക്ക് അറിയാവുന്നതല്ലേ? ഇതേക്കുന്ന ഇന്ദിര പറയുന്നുണ്ട്. അതുകൊള്ളാം, പിന്നെ ഇവിടെ ചെലവിനെ നീ കൊണ്ടും തരോടി എന്ന് ചോദിക്കുകയാണ്. കാരണം മുമ്പ് നീ തരുന്ന പൈസക്കാണ് ഇവിടെ വാടക കൊടുത്തിരുന്നതും അതുപോലെ തന്നെ ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ ഏറെ കുറെ നോക്കിയിരുന്നതും പിന്നെ ഞാനും കൊടുക്കുമായിരുന്നു. ഇപ്പോഴേ എല്ലാവർക്കുള്ള ചെലവിൻ്റെ പൈസ എനിക്ക് കൊടുക്കാൻ വേണ്ടി വയ്യ. 2 മാസമായി ഇവിടുത്തെ വാടക പൈസ കൊടുത്തിട്ട്. അയ്യോ അമ്മേ, ഞാനതിനെക്കുറിച്ച് ഓർത്തില്ല. നീ ഓർക്കില്ല, നീ ഇപ്പോൾ വലിയ വീട്ടിലാണല്ലോ കിടന്നുറങ്ങണത്, അതുകൊണ്ട് നീ അത് ആലോചിക്കില്ല. അമ്മേ, ഞാൻ പൈസ തരാമേ, അമ്മ വാടക പൈസ ഇതിന്ന് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി കുറച്ച് പൈസ നീട്ടാണ്. അത് കാണുന്ന ഇന്ദിര പറയണ്ട, നിന്റെ പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞാലേ ശിവരാമേട്ടൻ ശ്രാവണനും കൂടി ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. എന്താടി, നിന്റെ അമ്മേനെ നൈസായിട്ട് ശംഖുചക്രത്തിൽ കൊണ്ടുപോകാനുള്ള പണിയാണോ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മോളെ, ഇതൊന്നും വേണ്ട, ഇപ്പോൾ വാടകയൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞോളാം. അല്ല, നീ ചുമ്മാ വന്നതാണോ? അല്ലാമ്മേ, എനിക്ക് പത്മേനെ കാണണം, പിന്നെ കുറച്ച് കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. പത്മേ പത്മേ എന്ന് പറഞ്ഞിട്ട് ശ്യാമളെ വിളിക്കേണ്ട. പത്മ വരുന്നുണ്ട്. അഞ്ജലി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് ജാസ്മിൻ വക്കീലല്ലേ എന്ന് പത്മ ചോദിക്കുമ്പോൾ, അതെ, മുമ്പ് രാഘവനുണ്ണിയുടെ വക്കീൽ ജൂനിയർ ആയിരുന്നു ജാസ്മിൻ, പക്ഷേ ഇപ്പം എൻ്റെ കൂട്ടുകാരിയാണ്. അതെങ്ങനെ? അതൊക്കെ ഒരു വലിയ കഥയാണ് പത്മേ. അല്ല പത്മേ, നിനക്ക് സുഖമല്ലേ? സോറി പത്മേ, ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ നിന്നെ വിളിക്കാനും സംസാരിക്കാനൊക്കെ മറന്നുപോയതോ വിട്ടുപോയതൊന്നും അല്ല. പ്രശ്നങ്ങൾ കാരണം ഒന്നിനും തോന്നുന്നുണ്ടായിരുന്നില്ല പത്മേ, അതുകൊണ്ടാണ്. അതൊന്നും സാരില്ല ചേച്ചി, എന്തൊക്കെ വന്നാലും ചേച്ചി എന്നെ കൈവിടുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പത്മേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവിടെ നീ സേഫ് അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ അറിയാലോ, അടുത്ത ആഴ്ചയാണ് കേസിൻ്റെ കാര്യങ്ങൾ. നടന്ന പോലെ തന്നെ നീ കോടതിയിൽ പറയണം. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സംഭവങ്ങൾ എല്ലാം തന്നെ കോടതിയിൽ പറയണം. ഞാൻ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ധൃതിയിലാണ്. പിന്നെ ഇവിടെ കുറച്ച് എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. ഇന്ദിര ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശേഷം അഞ്ജലിയും അതുപോലെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്, തിരിച്ച് കോടതിയിലേക്ക് പോകുന്നുണ്ട് ജാസ്മിനും കൂടിയിട്ട്. ഇന്ദിര അപ്പോൾ തന്നെ വേഗം അനുപമേനെ ഫോൺ വിളിക്കുകയാണ്. ഹലോ, അമ്മായി പറ അമ്മായി. എടി, നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാടി? അഞ്ജലി ഏതോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നിരുന്നു, ഏതോ ഒരു വക്കീൽ പെണ്ണിനെ കൂട്ടിക്കൊണ്ട്. എന്നിട്ട് പത്മയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ മൊഴി എടുത്തുകൊണ്ട് പോയി. ഇവിടെ ഉണ്ടായിരുന്ന കുറേ തെളിവൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇത്രയും ദിവസം ഇവിടെ സമയം ഉണ്ടായിരുന്നു, നിനക്ക് ആ തെളിവുകളൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൂടെ ഇരുന്നോടി? ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. അവൾ പത്മ കേസ് വാദിക്കും, പത്മ കേസ്
ജയിക്കുകയും ചെയ്യും. നീ ആ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അഞ്ജലി ആ വീട്ടിൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്യും. ആ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിര ഫോം വെക്കാണ്. ഇനി എല്ലാം അനുപമ നോക്കിക്കോളും എന്ന് ഇന്ദിര മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇന്ദിര അപ്പം തന്നെ ഈ കാര്യം നമ്മുടെ രാഘവനുடைய ഹരി വക്കീലിനെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. അഞ്ജലി വീട്ടിൽ പോയിട്ട് കേസിന്റെ കാര്യത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കൂടെ ആ ജാസ്മിൻ വക്കീലും ഉണ്ട് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ഹരിക്ക് ഒരു ബുദ്ധി തോന്നാണ്. ജാസ്മിനെ കൂടെ നിർത്തി അഞ്ജലിനെ ഒറ്റിക്കൊടുത്ത് അവൾ ശേഖരിച്ച തെളിവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്താലോ എന്ന് വിചാരിക്കണം. അങ്ങനെ ഹരി വക്കീലാണെങ്കിൽ ജാസ്മിൻ വരാൻ വേണ്ടി കാത്തിരിക്കാട്ടോ. ജാസ്മിന് ഒരു ഓഫർ കൊടുക്കാൻ വേണ്ടി വീണ്ടും നമ്മുടെ രാഘവനുണ്ണി അസോസിയേഷനിലേക്ക് ജാസ്മിനെ സ്വാഗതം ചെയ്യുവാണ്. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം ചെയ്യണം. അഞ്ജലി പത്മ കേസിന് വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്ത തെളിവുകളും കാര്യങ്ങളൊക്കെ അതേപടി തന്നെ എടുത്തോണ്ട് വരണം, അല്ലെങ്കിൽ മോഷ്ടിച്ചോണ്ട് വരണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ജലിയുടെ വിശ്വാസം നേടി ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും രാഘവനുണ്ണി അസോസിയേഷനിലേക്ക് നമ്മുടെ ജാസ്മിന വരാം എന്നാണ് നമ്മുടെ PP വക്കീൽ കൊടുക്കുന്ന ഓഫർ കേട്ടോ. അത് ജാസ്മിന് കയ്യോടെ വേണ്ടെന്ന് പറയുന്നുമുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുകുന്ദനുണ്ണിയാണ്. മുകുന്ദനുണ്ണി രാത്രിയാകുമ്പോഴേക്കും വീണ്ടും രാഘവനുണ്ട് പൈസ ചോദിക്കട്ടെ. ഏട്ടാ പ്ലീസ് ഏട്ടാ, എനിക്ക് അത്രക്ക് അത്യാവശ്യമാണ് ഏട്ടാ, എനിക്ക് 2 കോടി രൂപ, 2 കോടി രൂപ ഏട്ടനൊന്ന് മറിക്കാൻ വേണ്ടി തരാമോ? ഒരാഴ്ചക്കുള്ളിൽ ഞാനത് 3 കോടിയാണെങ്കിൽ ചേട്ടയ്ക്ക് തിരിച്ചു തരാം. നീ തിരിച്ചു തരാനോ? എൻ്റെ മുകുന്ദ, ഇങ്ങനെ നീ തരാന്ന് പറഞ്ഞിട്ട് എത്രയോ പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു. എൻ്റെ 10 പൈസയെങ്കിലും നീ തിരിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് മുകുന്ദൻ പോവാൻ നോക്ക്. ഏട്ടാ ഞാൻ പറയണത് വേണ്ട വേണ്ട ഒന്നും പറയണ്ട എന്ന് പറയാണ്ട് മുകുന്ദൻ ദേഷ്യത്തിൽ മുകളിലേക്ക് പോവാണ്. ഇന്ദും തൊട്ട് പിന്നാലെ പോകുന്നുണ്ട്. അയാൾ ഞാൻ ഇല്ലാതാക്കും, അയാളൊരു ചേട്ടങ്കളി കളിക്കുന്നു. ഈ വീടിൻ്റെ അധികാരം ഇപ്പം അയാൾക്കാണ്. പക്ഷെ അയാൾ പോയി കഴിഞ്ഞാലേ അടുത്ത ഈ വീടിൻ്റെ അവകാശി അത് ഞാനാണ്, അല്ലാതെ നന്ദിനി എടുത്തിയൊന്നുമല്ല. ഏട്ടൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം എനിക്കാണ്. ഞാൻ ചത്തുപോയാലേ ഗോവിന്ദനുണ്ണിക്ക് ആ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ഏട്ടൻ ഇല്ലാതായാലും കുഴപ്പമില്ല. ഇത് കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള തറവാടാണ്. അയാൾ ഒറ്റയ്ക്കിരുന്ന് സുഖിക്കുകയാണ് അയാളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ സഹിക്കില്ല, ഞങ്ങൾക്കൊണ്ടൊരു മോള്, നമുക്ക് ആ രാഘവനെ എൻ്റെ ഏട്ടനെന്ന് നോക്കണ്ട, അയാളെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഞാൻ സ്വത്തുക്കൾക്ക് കൈക്കലാക്കും എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന എന്തു പറയണത്? നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറയണത്? അതെ, പണത്തിന് വേണ്ടിയും സ്വർണത്തിന് വേണ്ടിയിട്ടാണല്ലോ പരസ്പരം ആളുകൾ വഴക്കുണ്ടാക്കണത്. അതെ, ഇവിടെയും അത് തന്നെ നടക്കാണ്. നാളെ ഞാൻ എൻ്റെ അവകാശം ചോദിക്കാൻ വേണ്ടി പോവാണ്. അയാൾ അവകാശം തന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഏട്ടനാണെന്ന് ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുകുന്ദനുണ്ണി ഭയങ്കര ദേഷ്യത്തിലൊരെന്ന് പറയാട്ടോ. ഇതെല്ലാം അനുപമ കേൾക്കുന്നുണ്ട്. പിന്നെ അനുപമ പറയേണ്ട കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ. കൂടെ നിൽക്കാം, തനിക്കും ഒരു പങ്ക് തരണമെന്നായിരിക്കും അനുപമ പറയാൻ വേണ്ടി പോണത്. എന്തായാലും നാളത്തെ വീക്കെൻഡ് പ്രൊമോ എന്ത് വരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രൊമോ വന്നില്ല കേട്ടോ. ഒരു 6:32 ആയപ്പോഴാണ് സീരിയൽ തീർന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും സമയം ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം പ്രൊമോ വന്നിട്ടില്ല. നാളെ പക്ഷെ എന്തായാലും വരും, വീക്കെൻഡ് പ്രൊമോ ആണല്ലോ. അപ്പം നാളത്തെ വീക്കെൻഡ് പ്രൊമോക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിന് മുമ്പ് നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരിക്കാം. കാരണം പ്രൊമോ വരാത്തതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സീനാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.